നമ്മുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റുമോ? ഒരാൾക്കുള്ള സ്വഭാവം അയാൾക്ക് മാറ്റാൻ സാധിക്കുമോ? അത് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? വഖദ് സഅമ മൻ ഗലബത് അലൈഹിൽ ബത്താലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതാണ് ബത്താലത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്വഭാവം, അത് ആ സ്വഭാവമുള്ള ആളുകൾ അവർ വാദിക്കും, അങ്ങനെയുള്ള ചിലർ വാദിക്കും ഫസ്തസ്കല റിയാദ, അങ്ങനെ റിയാദത്ത് എന്ന് പറഞ്ഞാൽ വ്യായാമം, ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സുകൊണ്ടുള്ള വ്യായാമമാണ്, മനസ്സിന് കൊടുക്കേണ്ട പരിശീലനമാണ്. അത് വലിയ ഭാരമായി തോന്നിയിട്ടുള്ള ആളുകൾ അതെന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കും. അങ്ങനെയുള്ള ചില മടിയന്മാരായ ആളുകൾ അവർ വാദിക്കും അന്നൽ അഖ്ലാഖ ലാ യുതസവ്വറു തഗ്യീറുഹ, സ്വഭാവം എന്നുള്ളത് മനുഷ്യന് മാറ്റാൻ സാധിക്കാത്തതാണ് എന്നവർ വാദിക്കും. കമാ ലാ യുതസവ്വറു തഗ്യീറു സൂറത്തി അല്ലാഹ്, നമ്മുടെ ബാഹ്യമായ രൂപം, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് അത് മാറ്റാൻ പറ്റാത്ത പോലെ തന്നെ നമ്മുടെ മനസ്സിലെ സ്വഭാവങ്ങളും മാറ്റാൻ സാധിക്കുകയില്ല എന്ന് ചില ആളുകൾ വാദിക്കും. വൽ ജവാബ്, അതിനുള്ള ഉത്തരം അന്നഹു ലൗ കാനത്തിൽ അഖ്ലാഖ് ലാ തഖ്ബലു തഗ്യീർ, അങ്ങനെ ആയിരുന്നെങ്കിൽ ലം യകുൻ ലിൽ മവാഇദ് വൽ വസായ മഅന, ഉപദേശങ്ങൾക്കും വസിയത്തിനുമൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് ഉപദേശിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഉപദേശിച്ചിട്ടുണ്ട്. ഇതിനൊന്നും ഒരു അർത്ഥം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനാണ് അല്ലാഹു തആല ഉപദേശിക്കുന്നത്? വകൈഫ യതനക്കറു തഗ്യീർ അൽ അഖ്ലാഖ്, മാത്രമല്ല മറ്റൊരു തെളിവ് അദ്ദേഹം പറയാണ് സ്വഭാവം മാറ്റാൻ പറ്റും എന്നുള്ളതിന്. വനഹ്നു നറ, നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നുണ്ട്, അസ്വൈദ് അൽ വഹ്ശി യസ്തഅനിസ്, കാട്ടിലുള്ള വന്യമൃഗങ്ങൾ അത് അതിനെ ഇണക്കി വളർത്തുന്ന ആളുകളുണ്ട്, പുലിയൊക്കെ ഇണക്കി വളർത്തിയിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ നായ ഇണക്കി വളർത്തിയിട്ടുണ്ട്. വൽകൽബു യുഅല്ലമു തർക്കൽ അക്ൽ, നായ എന്ന് പറഞ്ഞാൽ ആർത്തിയുടെ പേരിൽ അറിയപ്പെട്ട ഒരു ജീവിയാണ്. അത് തീറ്റ ഒഴിവാക്കാനോ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണത്തിന് മുമ്പിൽ നിൽക്കാൻ ആ നായക്ക് പരിശീലനം നേടാൻ സാധിക്കുന്നുണ്ട്. വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന നായ്ക്കൾ അത് ഓടിപ്പോയി പിടിച്ചുകൊണ്ടെന്ന മൃഗം അതിനെ തിന്നാതെ അതിന്റെ ഓണർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതായത് നായയെക്കുറിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹെർസ്, ആർത്തിയുള്ള ജീവിയാണ് നായ. 1000 നായ്ക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം 2 നായ്ക്ക് കൊടുത്താൽ ആ 2 നായ തമ്മിൽ കടിപിടി കൂടും ഇതിനു വേണ്ടി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നായ വേട്ടയാടി ആ മൃഗത്തിനെ പിടിക്കുന്ന ഇരയെ തിന്നാതെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ സാധിക്കുന്നു? വൽഫറസു തുഅല്ലമു ഹുസ്നൽ മശി വജൗദത്തുൽ ഇൻഖിയാദ്, കുതിര നല്ല ആരോഗ്യമുള്ള ജീവിയാണ്, മനുഷ്യനെ അനുസരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ മനുഷ്യൻ പറയുന്നതനുസരിച്ച് നടക്കാൻ അത് പരിശീലിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ കാട്ടിലുള്ള ജീവികൾക്ക്, മൃഗങ്ങൾക്ക്, ബുദ്ധിയില്ലാത്ത ജീവികൾക്ക് ഇതുപോലെ പരിശീലനത്തിലൂടെ അവരുടെ സ്വഭാവം മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന് തീർച്ചയായും സാധിക്കും. മാത്രമല്ല അല്ലാഹു തആല നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്, റസൂൽ നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. നമുക്കൊണ്ട് സാധിക്കാത്ത കാര്യമായിരുന്നു നമ്മുടെ സ്വഭാവം നന്നാക്കലെങ്കിൽ അല്ലാഹു റസൂൽ നമ്മെ അതിനുവേണ്ടി ഏൽപ്പിക്കുമായിരുന്നില്ല, അവരത് കൽപ്പിക്കുമായിരുന്നില്ല.